ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നതിനെതിരെയുള്ള പരിശോധനകൾ നിലവിൽ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സാഹചര്യത്തിൽ തന്നെ സ്ത്രീ ഗുണഭോക്താക്കൾ സാക്ഷ്യപത്രം ഹാജരാക്കണമെന്ന അറിയിപ്പ് കൂടി എത്തിയിരിക്കുകയാണ്. വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നിവ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്കാണ് സാക്ഷ്യപത്രം സമർപ്പിക്കണമെന്ന നിർദ്ദേശം എത്തിയിരിക്കുന്നത്. 60 വയസ്സിന് താഴെയുള്ള സ്ത്രീ ഗുണഭോക്താക്കളാണ് ഈ സാക്ഷ്യപത്രം ഹാജരാക്കേണ്ടത്. വിവാഹം കഴിച്ചിട്ടില്ല, പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന, അതായത് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടത്. സാക്ഷ്യപത്രം ഹാജരാക്കിയില്ലെങ്കിൽ പെൻഷൻ ലഭിക്കില്ല. പിന്നീട് എന്നാണോ ഈ രേഖ സമർപ്പിക്കുന്നത്, പിന്നീട് ആ രേഖ അപ്രൂവ് ആയതിനു ശേഷമേ പെൻഷൻ ലഭിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നാളുകളോളം ഈ പെൻഷൻ തടസ്സപ്പെട്ടേക്കാം. പഞ്ചായത്തുകളിൽ ഈ രേഖകൾ ശേഖരിക്കുവാൻ ഡിസംബർ 30 വരെയാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ തീയതി ജനുവരി വരെയൊക്കെ നീട്ടിയേക്കാനും സാധ്യതയുണ്ട്. അതിനുശേഷം ഫെബ്രുവരി 28 മുൻപായി തന്നെ സേവന പെൻഷൻ വെബ്സൈറ്റിലേക്ക് ഉദ്യോഗസ്ഥർ ഈ രേഖ ചേർക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഇത് അപ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ പെൻഷൻ മുടക്കമില്ലാതെ ലഭിക്കുകയുള്ളൂ. 2025ഓടെ പെൻഷൻ ലഭിക്കണമെങ്കിൽ ഇക്കാര്യങ്ങൾ ചെയ്തു തീർക്കണം. അടുത്ത അറിയിപ്പ്, ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 3200 രൂപ വിതരണം ചെയ്യുവാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഡിസംബർ 25 മുൻപ് തന്നെ തുക വിതരണം ചെയ്യുവാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇതിൻ്റെ കൃത്യമായ അറിയിപ്പ് ഇതുവരെ എത്തിയിട്ടില്ല. തുക വിതരണത്തിനായി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിലൂടെ വായ്പയെടുക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട്. ഫണ്ട് എത്തിക്കഴിഞ്ഞാൽ വിതരണ അറിയിപ്പ് എത്തുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.